ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിംഗ് ബൈ ഷെറിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാക്കേജ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഏത് പ്രോഡക്റ്റാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ്. ഇത് വീട്ടിൽ യൂസിന് വേണ്ടിയിട്ട് തന്നെ വാങ്ങിച്ചാണ്. അത് പാക്കേജ് പൊട്ടിച്ച് അകത്തോട്ട് ചെല്ലുമ്പോൾ മനസ്സിലായി എന്താ പ്രോഡക്റ്റ്, അല്ല ഈ പാക്കേജ് ഒന്ന് മറിച്ച് വെച്ചാൽ തന്നെ മനസ്സിലായി എന്താ പ്രോഡക്റ്റ് എന്നുള്ളത്. ഇത് നോക്കിയാൽ ഒരു സാധാ ഒരു പ്ലാസ്റ്റിക് കവർ, എനിക്ക് തോന്നുന്നു ഇത് ഒരു സ്റ്റാർട്ടപ്പ് പോലോ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു പ്രോഡക്റ്റാണെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഉരുക്കി വെച്ചേക്കുമെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ഉരുക്കി വെച്ചേക്കുവാണ്. അങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവർ പ്രൊഫഷണൽ രീതിയിൽ മെഷീൻസൊക്കെ വെച്ച് അഡ്വാൻസ് ആയിട്ടുള്ള മെഷീൻസ് ഒന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് പാക്കേജിലാണ്, അല്ല ആമസോണിൻ്റെ പ്രത്യേകിച്ച് പാക്കേജിലായിട്ടൊന്നുമല്ല. അപ്പം നമുക്ക് ലാഗില്ല, നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇത് എന്ത് പ്രോഡക്റ്റാണെന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കിത് ലാഗില്ല, നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ നൈഫ്, നമ്മുടെ ചാനലിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:00-ക്കാണ് വീഡിയോസ് അപ്ലോഡ് ആകുന്നത്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാണാൻ ശ്രമിക്കുക. അല്ലാത്തതാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 6:00 നമ്മുടെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ ഈ വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ നമ്മൾ ഈ വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം ഫോട്ടോസ്, എൻ്റെ കൈ കിട്ടിയിട്ടുള്ളതും സൈറ്റിലുള്ള ഫോട്ടോസും വീഡിയോയുടെ എൻഡിലായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ വേറൊരു ബില്ലും കൂടെ വന്നിട്ടുള്ളൂ. പിന്നെ ഒരു ബബിൾ റാപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും എന്താ പ്രോഡക്റ്റ് എന്നുള്ളതെന്നൊക്കെ. ഈ പാക്കേജ് ഒരു ബബിൾ റാപ്പ് കൂടെ ഓപ്പൺ ആക്കാം. ഇപ്പം കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലായി. ഇത് കോക്കോ മാജിക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കോക്കനട്ട് മിൽക്ക് പൗഡറാണിത്. പാക്കേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോൾ കാണാം 300 എത്ര ഗ്രാമാണെന്നുള്ളത്. 300 ഗ്രാമാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വെജിറ്റേറിയൻ ആണെന്നാണ് എൻ്റെ അർത്ഥം. അതുപോലെ തന്നെ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ബ്രാൻഡിൻ്റെ പേരും കോക്കോ മാജിക് എന്നുള്ളതും പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതും ഗുഡ്നെസ് ഓഫ് കോക്കനട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കട്ടിയുള്ള പാൽ വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണിന് 150 ml, ഇച്ചിരി ലൂസായിട്ടുള്ളത് മതിയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണിന് 150 ml ആണ് കമ്പനി പറയുന്നത്. മണ്ടയ്ക്ക് അവരുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. സൈഡിലും ഇത് തന്നെയാണ് കൊടുത്തേക്കുന്നത്, ഇപ്പുറത്ത് തന്നെയാണ്. താഴെയും ബ്രാൻഡിങ്ങും കോക്കനട്ട് മിൽക്ക് പൗഡർ എന്നാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ന്യൂട്രീഷൻസ് ഫാക്റ്റ് കൊടുത്തിട്ടുണ്ട്. വായിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ച് വായിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇത് അവരെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതും എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളതും, അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂൾ, ഡ്രൈ, ഹൈജീനിക് പ്ലേസ്, ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറിൽ എയർ ടൈറ്റ് ആയിട്ട് വെക്കുക. പാക്കേജിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ യൂസ് ചെയ്യലെന്നുകൊണ്ട്. അതേപോലെ തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അലർജി ഉള്ളവർക്ക് വേണ്ടിയിട്ട് അലർജിയുടെ അഡ്വൈസും കൊടുത്തിട്ടുണ്ട്. പോളിസ്റ്റർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണിത്, തമിഴ്നാട്ടിലുള്ള. അതേപോലെ തന്നെ അവരുടെ മെയിൽ ഐ ഡിയും വെബ്സൈറ്റും മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ സൈഡിലോട്ട് നോക്കുമ്പോൾ FSSAIയുടെ ഒരു ലൈസൻസിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറിയും കൊടുത്തിട്ടുണ്ട്. 1 വർഷമാണ് ഇതിന് എക്സ്പയറി വരുന്നത്. 27/10/25, 26/10/2026. അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം 399 ഇതിനൊരു പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. പക്ഷേ നമുക്കിത് വാങ്ങിയത് ഒരു 200-നും 300-നും ഇടയ്ക്കുള്ള പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയത്. ഈ 300 ഗ്രാമിൻ്റെ കിട്ടിയേക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിത് എങ്ങനെ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോൺസ് കറി, ഫിഷ് കറി, വെജ് സ്റ്റൂ, കോക്കനട്ട് റൈസ്, അതേപോലെ തായ് കറി, അങ്ങനത്തെ പലതിനും ഇത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഈ പൗഡർ വെച്ച് നമുക്ക് കോക്കനട്ട് മിൽക്ക് ഉണ്ടാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതൊരു വീഗൻ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ്. മറ്റൊരു പ്രോഡക്റ്റ് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 6:00-ക്കാണ്. അതുവരേക്കും താങ്ക് യു.